കർത്താവ് ഇന്ന് രാത്രിയിൽ അമേൻ, ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ നടുവിൽ അമേൻ ഹല്ലേലൂയ നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ട് കർത്താവിനെ ഒരു നിമിഷം ഹല്ലേലൂയ പാടി ആരാധിക്കുവാൻ തക്കവണ്ണം അമേൻ അധരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം സന്തോഷത്തോടെ. ആമേൻ. ഹല്ലേലൂയ. തേനിലും മധുരമായിട്ട് ആമേൻ യേശു ക്രിസ്തു മാധുര്യവാനെന്ന് ആമേൻ പാട്ടുകാരൻ നമ്മളോട് ആമേൻ ഹല്ലേലൂയ നമ്മളെ അറിയിപ്പിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എന്റെ സർവ്വം നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവ്വവും എല്ലാറ്റിലും നീ എന്റേക്കായി തന്നതിനാൽ നീ എന്റെ സർവ്വവും എല്ലാറ്റിലും എന്റെ സർവ്വം നീ എനിക്കുള്ളവൻ, നീ എന്റെ സർവ്വം എല്ലാറ്റിലും ജീവനെന്തേക്കായി തന്നതിനാൽ നീ എന്റെ സർവ്വവും എല്ലാറ്റിലും എന്ന് പറഞ്ഞേ. തേനിലും മധുരമായി, തേനിലും മധുരമായി യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നമ്മുടെ കർത്താവിനെ രുചിച്ചു നോക്കുവാൻ, നമ്മുടെ കർത്താവിനെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഒന്ന് ആമേൻ നമ്മുടെ ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിക്കുവാൻ ലഭിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. വളരെ ദൈവാശ്രയത്തോടു കൂടി, വളരെ ദൈവഭയത്തോടു കൂടി ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവ് ആമേൻ ഹല്ലേലൂയ നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ട് ആമേൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ഈ പ്രഭാത സമയത്ത് ആമേൻ ആമേൻ ഹല്ലേലൂയ കർത്തൃപാദപീഠത്തിലായിരിക്കുന്ന അഭിഷിക്തന്മാർ, അഭിഷിക്തമതികൾ ആമേൻ ഹല്ലേലൂയ ദൈവ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ എല്ലാവരെയും ബ്ലസ് ചെയ്യട്ടെ. ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് നമുക്ക് താഴ്ത്തി സമർപ്പിക്കാം. സങ്കീർത്തനം 118 അധ്യായം അതിന്റെ ആമേൻ ഹല്ലേലൂയ 24 വാക്യം. Psalms 118 verse 24. Amen. Hallelujah. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് സംസാരിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. 118 വാക്യം. ആമേൻ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. Amen. This is the day which the Lord has made. We will rejoice and be glad in it. Amen. Hallelujah. സ്തോത്രം. കേട്ട ദൈവശബ്ദത്തോട് പ്രതികരിക്കണം കേട്ടോ. ആമേൻ. സ്തോത്രം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ദിവസം ആമേൻ ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, this is the day which the Lord has made. ഇന്നത്തെ ദിവസം കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ്. ആമേൻ ഹല്ലേലൂയ. കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ. പ്രതികൂലത്തിനകത്തിരിക്കേണ്ട ആവശ്യമില്ല. ആമേൻ ഹല്ലേലൂയ. കർത്താവുമായിട്ടുള്ള ഒരു വലിയ റിലേഷൻഷിപ്പിനാണ്
സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ആരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു? നിന്റെ പ്രതികൂലങ്ങൾക്കകത്ത്, നിന്റെ പ്രതിസന്ധികൾക്കകത്ത് കർത്താവ് ആമേൻ ഇടപെടാൻ പോകുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ ആ നല്ലൊരു ആമേൻ പറഞ്ഞതിനെ ഏറ്റെടുത്തോണം. ഹല്ലേലൂയ. ഏത് പ്രതികൂലത്തെയും ആമേൻ ആമേൻ ഹല്ലേലൂയ സ്തോത്രം അതിനെ മറികടക്കാൻ കഴിയുന്ന ആമേൻ ഹല്ലേലൂയ ഒരു ദൈവത്തിന്റെ കരം. ആമേൻ. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ. ആമേൻ സ്തോത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആമേൻ 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 വലിയ പ്രതികൂലത്തിന്റെ അകത്തൂടെ പോകുമ്പോഴും കർത്താവ് പറയാണ് നമ്മളെ ആമേൻ നമുക്കൊരു എന്താ പറയുന്നത് ഒരു സ്വാതന്ത്ര്യം നൽകുന്ന ആമേൻ പ്രതീക്ഷ നൽകുന്ന. അങ്ങനെയല്ലേ നമ്മുടെ ജീവിതത്തിനകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല. കർത്താവ് ആമേൻ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുകയും ആമേൻ ആമേൻ ഏതൊക്കെ പ്രതികൂലങ്ങൾക്കകത്തൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോഴും ആമേൻ സ്തോത്രം അതിനകത്ത് നമ്മളെ ജയാളിയാക്കുന്ന ഒരു ദൈവത്തിന്റെ അത്ഭുതകരം. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി നമ്മളെ സംരക്ഷിക്കുന്ന, ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് നമ്മളെ നിലനിർത്തുന്ന ഒരു അസാധാരണമായ ഒരു അഭിഷേകത്തിന്റെ സാന്നിധ്യം ആമേൻ ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ശക്തമായിട്ട് സംസാരിക്കുമെന്ന് തന്നെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം അതിന്റെ ആമേൻ 34-ാമത്തെ വാക്യം പറയുകയാണ്, അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ, അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. Therefore do not worry about tomorrow, for tomorrow will worry about it. Own things it won't trouble is enough for the day. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നാളേക്കായിട്ട് വിചാരപ്പെടരുത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഒരു പക്ഷി പോലും എഴുന്നേറ്റിട്ട് രാവിലെ പറയത്തില്ല ആമേൻ എനിക്ക് ഇന്നത്തേക്കുള്ളതില്ലല്ലോ. അത് രാവിലെ എഴുന്നേൽക്കുന്നു, അതായത് അതിന്റെ ആമേൻ കാര്യങ്ങളെ തേടി മുന്നോട്ട് പോകുന്നു. ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണത്തിന് പുറപ്പെട്ടു പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്താണ് അതിന്റെ ആവശ്യമെങ്കിൽ അതിനു വേണ്ടി അത് ആമേൻ കടന്നു പോകും. അതുപോലെ തന്നെയാണ് ദൈവജനവും. ആമേൻ സ്തോത്രം. പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു, ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുന്നു. കർത്താവിന്റെ മുമ്പിൽ ഇരുന്നിട്ട് കർത്താവിനോട് ചോദിക്കും, കർത്താവേ ഞാൻ ഇന്ന് എന്താണ് ചെയ്യേണ്ടത്? ആമേൻ ടുഡേ ആമേൻ വാട്ട് വിൽ ഡു. ഹല്ലേലൂയ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ കർത്താവിനോട് പറഞ്ഞു തരണം. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിനകത്തിരിക്കുന്ന ദൈവജനത്തിനോട് പറയുന്നു ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നീ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ആമേൻ നീ എന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി അരുളപ്പാട് ചെയ്യും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടത് നിന്റെ അരികിൽ എത്തിച്ചു തരുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കരം ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ഇതിനകത്ത് വ്യാപരിക്കപ്പെടുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നല്ലൊരു ആമേൻ പറഞ്ഞ് അതിനെ ഏറ്റെടുത്തോണം. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കേ ആമേൻ ഫിലിപ്പിയ ലേഖനം ആമേൻ സോറി ഇവിടെ കറണ്ട് പോയിട്ടുണ്ട്. ആമേൻ ആമേൻ കർത്താവ് നമ്മളോട് പറയുന്നത് ഫിലിപ്പിയ ലേഖനത്തില് ആമേൻ 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും ഇങ്ങനെയാണ് പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മളോട് ശക്തമായിട്ട് ഈ പ്രഭാതത്തിൽ പറയുകയാണ്, നമ്മൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ വിചാരങ്ങളെ നമ്മൾ എന്തിന് ആമേൻ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിനകത്തിട്ട് ആമേൻ അത് മറ്റൊരു രീതിയിലേക്കാകുമ്പോൾ, മറ്റൊരു പ്രതിസന്ധിയിലേക്കാകുമ്പോൾ അത് പിന്നെ രോഗമാകും, അത് ദുഃഖമാകും, അത് പ്രതികൂലങ്ങളിൽ കൂടെ എല്ലാം നമ്മൾ കടന്നു പോകേണ്ടി വരും. പക്ഷെ കർത്താവ് പറയാണ്, നീ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? പ്രാർത്ഥനയാലും ആമേൻ സ്തോത്രം അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ, കർത്താവ് എത്ര വ്യക്തമായിട്ടാ പറയുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ആമേൻ ഹല്ലേലൂയ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ ആമേൻ ആ ഒരു എന്താണ് പവർഫുൾ വേർഡ് ഓഫ് ഗോഡുകൾ ആമേൻ നമ്മുടെ ജീവിതത്തെ ഒത്തിരി പണിതെടുക്കുന്നതാണ്.
ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നത്, നമ്മൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. വിചാരപ്പെട്ടാൽ ആമേൻ അതിനകത്ത് നമുക്ക് ആമേൻ യാതൊരു വിധമായിട്ടുള്ള ആമേൻ ഒരു എന്താ പറയുന്നേ, നമുക്കതിന് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. വിചാരപ്പെട്ടാൽ പ്രയോജനമില്ല. ഇന്നത്തെ സമൂഹത്തെ നോക്കിക്കഴിഞ്ഞാല്, ലോകത്തെ നോക്കിക്കഴിഞ്ഞാൽ, ലോകത്തിനകത്ത് ജീവിക്കുന്നവര് ആമേൻ അവരുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ആമേൻ ഒരു ആത്മീകമായിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ചല്ല അവർ ചിന്തിക്കുന്നത്. ലോകത്തെ കുറിച്ചുള്ള വിഷയത്തെ കുറിച്ചാണ് അവർ കൂടുതലും ചിന്തിക്കുന്നത്. പക്ഷെ ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ക്രിസ്തുവിന്റെ ആമേൻ ആ ഒരു ക്യാരക്ടറിനെയും വഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ആമേൻ, സ്തോത്രം, പരിശുദ്ധാത്മാവ് നമ്മളോട് വചനത്താൽ പറയുകയാണ്, ആമേൻ, നീ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടരുത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ആ വചനം അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നാളേക്കായിട്ട് വിചാരപ്പെടരുത്. സ്തോത്രം. കർത്താവ് അന്നന്നത്തെ ആ സതത സമയത്ത് തന്നെ കറക്റ്റായിട്ട് നമ്മുടെ കരത്തിൽ എത്തിച്ചു തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ഈ പ്രഭാത സമയത്ത് ഈ മീറ്റിങ്ങിനകത്തിരിക്കുന്ന ആമേൻ, ഈ സൂമിൽ ആമേൻ പല ദേശങ്ങൾക്കകത്തിരുന്നു കൊണ്ട് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ മക്കളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട. ആമേൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. കാരണം ലജ്ജിപ്പിക്കുന്ന ഒരു കർത്താവല്ല നമ്മുടെ കൂടെ ഉള്ളത്, പകരം ആമേൻ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ആ വാക്യം അങ്ങനെ നമ്മളോട് പറയുന്നത്. ഇത് പറയുമ്പോ ഉൽപ്പത്തി പുസ്തകം അതിന്റെ ആമേൻ, ഹല്ലേലൂയ, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞ് പ്രത്യേകം പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം ആമേൻ, സ്തോത്രം, അതിന്റെ 15-16 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. ഉഷസ്സായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും അവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അതിലെ 16-ാമത്തെ വാക്യം പറയുന്നു, അവൻ താമസിച്ചപ്പോൾ യഹോവ അവനോട് കരുണ ചെയ്താൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി ആക്കി. എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഒരു പട്ടണം നശിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആമേൻ, ആമേൻ, സ്തോത്രം, നമ്മുടെ അബ്രഹാമിന്റെ സഹോദരനായിരിക്കുന്ന ആമേൻ ലോത്തിനെ ആമേൻ സൊദോം ഗൊമോറ എന്ന് പറയുന്ന സ്ഥലത്ത് പാപം പെരുകി കഴിഞ്ഞപ്പോൾ ആമേൻ അവിടെ നിന്നും ദൈവത്തിന് ചെയ്യാനുള്ള കാര്യങ്ങൾ ദൈവം അത് കറക്റ്റായിട്ട് അതിന്റെ പർപ്പസിൽ അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആമേൻ തന്റെ ആമേൻ മകനായ, അല്ലെന്നുണ്ടെങ്കിൽ തന്റെ ദാസനായ എബ്രഹാമിന്റെ സഹോദരനെ ആ ദേശത്തു നിന്നും മാറ്റിപ്പാർപ്പിക്കണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ദൈവം അതനുസരിച്ച് ആമേൻ തന്റെ സഹോദരനെ ആ ദേശത്ത് നിന്ന് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ഇൻഫർമേഷൻ എങ്ങനെ കൊടുത്തത്? അവൻ ദൂതനെ വിട്ട് ആമേൻ, സ്തോത്രം, തന്റെ അവൻ ലോത്തിനോടും ആമേൻ തന്റെ കുടുംബത്തോടും ഈ വാർത്ത അറിയിച്ചു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ച്, ഒരു ദൂതൻ ഇറങ്ങി ഒരു കുടുംബത്തെ അവിടെ നിന്ന് വിടുവിക്കുകയാണ്. എന്നാൽ ആമേൻ, സ്തോത്രം, ഈ ചില വിഷയത്തിനകത്ത് ചിലര് വീക്ക. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ചിലതിനകത്ത് ചിലര് വീക്ക. ആമേൻ, ചിലത് നഷ്ടപ്പെടുമ്പോ ആമേൻ ചിലത് അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഭാരപ്പെടും. പക്ഷെ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, എന്തെങ്കിലും കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഭവനത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് വിട്ടുകൊടുക്കുക. ആമേൻ, സ്തോത്രം. കർത്താവ് അത് നമ്മളുടെ മുമ്പിൽ അത് കൃത്യമായിട്ട് ആമേൻ അതിന്റെ തക്ക സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുകയും നമ്മളോട് സംസാരിക്കുകയും ആമേൻ, ഹല്ലേലൂയ, നിന്നെ തക്ക സ്ഥലത്ത് നിന്നെ ആമേൻ നിർത്തുന്ന ഒരു ദൈവത്തിന്റെ കരം
കരം ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ നടുവിലുണ്ട്. ആമേൻ. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആ കർത്താവിനോട് നല്ല ആമേൻ പറഞ്ഞ് ആമേൻ ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ. ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാണ്. യഹോവയുണ്ടാക്കിയ ദിവസത്തെ ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആർക്കാണ് തകർക്കാൻ കഴിയുന്നത്? ദൈവത്തിന്റെ നിയോഗത്തിനകത്ത് നിൽക്കുന്നവരെ ഒരിക്കലും ആർക്കും തകർത്ത് കളയാൻ കഴിയത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, കഴിഞ്ഞ ആമേൻ ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് ഒരു സ്ഥലത്ത് നടന്നപ്പോൾ, ഞാൻ ഈ വചനം എടുക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ആ ഫ്ലൈറ്റ് ആക്സിഡന്റ് നടന്നപ്പോ ആമേൻ, സ്തോത്രം, അവിടെ സംഭവിച്ച ഒരു വലിയ വിഷയം എന്താണെന്നറിയാമോ? ആ ഫ്ലൈറ്റ് ആക്സിഡന്റിന് മുന്നമേ അതിനകത്തില് ആമേൻ ആ ക്യാപ്റ്റൻ വിളിച്ചു പറഞ്ഞൊരു വേർഡുണ്ട്. ആ വേർഡ് എങ്ങനെയായിരുന്നു അറിയാമോ? മെയ്ഡേ മെയ്ഡേ മെയ്ഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമേൻ, മരണം അടുത്തു വന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഒരു മാർഗമില്ല മുന്നോട്ട് പോകാൻ എന്ന് ആമേൻ, സ്തോത്രം, ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊരു കാര്യം നമ്മൾ എല്ലാവരോടും നമ്മൾ ഈ ഒരു വിഷയം ഞാനൊന്ന് ഷെയർ ചെയ്യാണ്. ആമേൻ, ഇങ്ങനെ ഒരു മരണത്തെ മുഖാമുഖം കാണുവാനായിട്ട് നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നാം എന്തായിരിക്കും കൂടുതൽ ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ആഗ്രഹിക്കേണ്ടത്? ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയത്തില്ല, ഒരിക്കലും പുറത്തു വരാൻ കഴിയത്തില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ആഗ്രഹിക്കാം. ആമേൻ, എന്റെ കർത്താവിന്റെ അരികിലേക്ക് ഏറ്റവും വേഗത്തിൽ എത്തപ്പെടാനുള്ള ആമേൻ ഒരു വേ, ആമേൻ, സ്തോത്രം, നമ്മുടെ മുൻപിൽ ആമേൻ ലഭിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് ഹൃദയം കൊണ്ട് അതിനെ ഏറ്റെടുക്കാൻ കഴിയണം. കാരണം ആമേൻ, സ്തോത്രം, അവിടെ അവസാന നിമിഷം പറഞ്ഞ വേർഡെന്ന് പറഞ്ഞത് ഹല്ലേലൂയ, സ്തോത്രം, ഇനിയൊരു രക്ഷയില്ല, അവസാനിക്കാൻ പോകുന്നു, രക്ഷപ്പെടുത്തണമേ രക്ഷപ്പെടുത്തണമേ രക്ഷപ്പെടുത്തണമേ. ദൈവത്തിനല്ലാതെ കഴിയത്തില്ല രക്ഷപ്പെടുത്തുവാൻ. ആരെയും രക്ഷപ്പെടുത്തുവാൻ ദൈവത്തിനല്ലാതെ കഴിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ലോത്തിനോട് ദൈവം സംസാരിച്ചു, ഹല്ലേലൂയ, പുറത്തു വാ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ലോത്തിനെയും കുടുംബത്തിനെയും ദൈവം അതിനകത്തു നിന്നും വലിച്ചെടുത്ത് പുറത്തു കൊണ്ടു. എന്നാൽ ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു നിബന്ധന വെച്ചു. നിബന്ധന എന്താ വെച്ചത്? തിരിഞ്ഞു നോക്കരുത്, പുറകോട്ട് നോക്കരുത്, മുന്നോട്ട് തന്നെ ഓടിക്കണം. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ജനത്തിനോട് കർത്താവ് പറയുന്നു, ആമേൻ, തിരിഞ്ഞു നോക്കരുത്. ദൈവം എന്താണ് അരുളപ്പാട് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് ഇൻസ്ട്രക്ഷൻ അകത്ത് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആമേൻ, കർത്താവിനോട് പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ സമയത്തിനകത്ത് തന്നെ ദൈവം നിന്നോട് പ്രവർത്തിക്കുവാൻ ഇടവരുത്തുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് പറയുന്നത്, കർത്താവിന്റെ ദിവസത്തിന് വേണ്ടി വിട്ടുകൊടുക്ക്. കർത്താവിന്റെ ആമേൻ കാഴ്ചപ്പാടുകൾക്ക് അല്ലെങ്കിൽ ദൈവം എന്താണ് പറയുന്നത് അനുസരിച്ച് നിൽക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. ദൂതൻ ഇറങ്ങി ആമേൻ നമ്മളോട് സംസാരിക്കുന്ന പകലായി തീരട്ടെ. ദൂതൻ ഇറങ്ങി നമ്മളോട് സംസാരിക്കുന്ന പകലായി തീരട്ടെ. ഏതൊക്കെ പ്രതിസന്ധികൾക്കകത്തൂടെ കടന്നു പോകുന്ന ദൈവജനമാണെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനോട് സംസാരിക്കണം. ആമേൻ, ഇന്ന് യഹോവയുണ്ടാക്കിയ ദിവസമാകയാൽ ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ആ അങ്ങയുടെ സാന്നിധ്യത്തിനകത്തിലും അങ്ങയുടെ കൃപയ്ക്കകത്തിലും കർത്താവിന്റെ കരത്തിനകത്തിൽ ഇരിപ്പാൻ ഞാൻ തയ്യാറാണെന്ന് ആമേൻ എത്ര പേരെന്ന് പ്രഭാതത്തിൽ പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഹല്ലേലൂയ. ഇത് കരയാനുള്ള ദിവസമല്ല. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയപ്പെടുന്നത് അറിയാമോ? ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. വിൽ റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ഇറ്റ്. ആമേൻ, ഹല്ലേലൂയ. സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ. ആമേൻ, ദൈവത്തില് ആമേൻ, ഹല്ലേലൂയ, സന്തോഷിക്കുക. അത് ആമേൻ കർത്താവ് നമ്മളോട് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ, നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ ആമേൻ ഒരിക്കലും വിചാരപ്പെടേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ആമേൻ, സ്തോത്രം, കർത്താവ് ഒരു സമയം തന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്തിനകത്ത് നമുക്ക് വേണ്ടിയുള്ളതെല്ലാ പ്രൊവിഷനുകളും കരുതുന്ന ഒരു കർത്താവിന്റെ കരം. 2 കൊരിന്ത്യർ 6:2 പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. പ്രസാദ കാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോളാകുന്നു സുപ്രധാന കാലം, ഇപ്പോളാകുന്നു രക്ഷാ ദിവസം. ആമേൻ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ആമേൻ, സ്തോത്രം. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ടുഡേ ആമേൻ, സ്തോത്രം. ദിസ് ഈസ് ദ ഡേ which the Lord has made.
ഇത് ദൈവം ഉണ്ടാക്കിയ ദിവസമാണ്. ഇന്ന് നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മൾ പ്രതികൂലത്തിനകത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല നിമിഷങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുക, ശക്തീകരിക്കും. ആമേൻ. സ്തോത്രം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ല സ്വർഗീയ പിതാവേ, യേശുവിന്റെ നാമത്തില് കർത്താവേ, അങ്ങ് അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചത്. ആമേൻ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ആമേൻ. ലോകം മുഴുവനും ആമേൻ ഒരുപക്ഷെ ആമേൻ ഒത്തിരി പ്രതികൂലത്തിന്റെയും പ്രതിസന്ധികളിലൂടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ സ്തോത്രം, പ്രതികൂലങ്ങളില്ല, പ്രതിസന്ധികളില്ല. ആമേൻ. അവർ സന്തോഷിച്ച് ആമേൻ ആനന്ദിക്കേണ്ട ദിവസമാകുന്നു. അതിനായി ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ്